പാകിസ്ഥാന്റെ ദാരിദ്ര്യത്തിന് പിന്നിലെ കാരണം ഒരിക്കലും ഇന്ത്യയല്ല, മറിച്ച് ആ നാട്ടിലെ തന്നെ സ്വന്തം രാഷ്ട്രീയക്കാരും സൈന്യവുമാണ്. പാകിസ്ഥാനെ തകർക്കുന്നത് ആരെന്നിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിംഗപ്പൂർ നയതന്ത്രജ്ഞൻ. പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക തകർച്ചയ്ക്കും ദാരിദ്ര്യത്തിനും ഇന്ത്യയോ അഫ്ഗാനിസ്ഥാനോ അല്ല പ്രധാന കാരണം, മറിച്ച് ആ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക സംവിധാനവുമാണ് എന്ന് കർശനമായ മുന്നറിയിപ്പായിരുന്നു ഇവിടെ നൽകിയത്. ഈ പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. നയതന്ത്രജ്ഞന്റെ വിലയിരുത്തൽ പ്രകാരം വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ ആഭ്യന്തര വികസനത്തെക്കാൾ സുരക്ഷാ സൈനിക വിഷയങ്ങൾക്കാണ് അമിത പ്രാധാന്യം നൽകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായ വികസനം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അനാവശ്യമായ നിക്ഷേപങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്ന സമീപനം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് സഹായിക്കുന്നതെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുവാനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഭരണപരമായ പരിഷ്കാരങ്ങളും ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതൃത്വവും അനിവാര്യമാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ പാകിസ്ഥാൻ ഉയർന്ന പണപ്പെരുപ്പം, വിദേശ നാണ്യക്ഷാമം, തൊഴിലില്ലായ്മ, കടബാധ്യത എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര സാമ്പത്തിക വെല്ലുവിളികളാണ് നേരിടുന്നത്. നിരവധി തവണ അന്താരാഷ്ട്ര ധനസഹായത്തെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യവും രാജ്യത്തിന്റെ സാമ്പത്തിക ദൗർബല്യത്തെ തുറന്നു കാട്ടുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടതും. ഈ സാഹചര്യത്തിൽ സിംഗപ്പൂർ നയതന്ത്രജ്ഞന്റെ പ്രതികരണം ശ്രദ്ധേയമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ആഭ്യന്തര ഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും വികസനത്തിന് മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് അതിനുള്ള സമയമാണ് എന്ന വിലയിരുത്തലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര നയതന്ത്ര രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ സൗഹൃദത്തിന് പോലും പാകിസ്ഥാനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഞാൻ വളരെയധികം കാര്യങ്ങൾ തുറന്നു പറയും. നയതന്ത്ര അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ പാകിസ്ഥാൻ വളരെയധികം ചടുലവും വിജയകരവുമാണ്. ഇതൊരു പരിധിവരെ തന്നെ പാകിസ്ഥാന്റെ നയതന്ത്ര പ്രതിച്ഛായയെ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്, കുറഞ്ഞത് യുഎസിന്റെ കണ്ണിൽ. പക്ഷേ ഇവിടെ ഈ ഒരു പാകിസ്ഥാനിലെ ജനങ്ങളെ അവിടെ അത് പോഷിപ്പിക്കുന്നില്ല എന്നതാണ് US ഇറാൻ സംഘർഷാവസ്ഥയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ച് സംസാരിക്കവേ പറയുന്നത്. US റിപ്പബ്ലിക്കൻ പാർട്ടിയുമായുള്ള അടുത്ത ബന്ധം പോലുള്ള ഭൗമരാഷ്ട്രീയ നേട്ടങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ സർക്കാർ ആവർത്തിച്ച് വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രസ്താവന വരുന്നത്. മാത്രമല്ല, 2010 മുതൽ 2013 വരെ സിംഗപ്പൂരിന്റെ വിദേശകാര്യ സ്ഥിരം സെക്രട്ടറിയായും സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണ സ്ഥാപനമായ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായും സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ നയതന്ത്രജ്ഞനാണ് കൗസിക് എന്ന ഈ സിംഗപ്പൂർ നയതന്ത്രജ്ഞൻ. ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ചതും ഈ വ്യക്തി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.